എല്ലാവർക്കും നമസ്കാരം. 8ാമത്തെ ലെസണാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മാത്സ് ഡ്രോയിങ് ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസ് വരയ്ക്കാൻ നമ്മൾ പഠിക്കാൻ പോവാണ്. ഞാൻ ഇപ്പോഴും എല്ലാ ലെസണിൻ്റെയും തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ ഈ ലെസണും സിമ്പിളായിട്ടുള്ളൊരു ലെസണാണ്. ട്രയാങ്കിൾ വരയ്ക്കില്ല വേണ്ടോ? അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഇൻ എ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലുള്ള ട്രയാങ്കിൾ. അതിന് ഒരു റെക്റ്റാങ്കിൾ നമ്മളോട് വരയ്ക്കാൻ പറയാണ്. ഇപ്പോൾ ലെങ്ത് 6 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ആദ്യം നമ്മൾ വരയ്ക്കുക. അപ്പോൾ എങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കുക? ആദ്യം തന്നെ ലെങ്ത്ത്. അപ്പോൾ നമുക്ക് അങ്ങനെ റഫായിട്ട് വരച്ച് വയ്ക്കാം. ആദ്യം വരയ്ക്കാനുള്ള ലെസൺ വരുമ്പോൾ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തന്നിട്ടുള്ള അളവുകൾ എന്തൊക്കെയാണോ അത് വെച്ചിട്ട് ഒരു റഫ് ഫിഗർ വരയ്ക്കുക. ഒരു റഫ് ഫിഗർ വരയ്ക്കുക. തന്നിട്ടുള്ള മെഷേഴ്സൊക്കെ അതിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. മനസ്സിലായോ? തന്നിട്ടുള്ളത് കൂടാതെ നമുക്ക് എന്തെങ്കിലും നമ്മളുടേതായ അറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അതിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക. അത്രയായി കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാണ് ഇനി വരയ്ക്കേണ്ടത് കൃത്യം മെഷർമെൻറ്റുകളോട് കൂടിയിട്ട് റഫ് അല്ലാണ്ട് കറക്റ്റ് ശരിക്കുള്ള ഫിഗർ എങ്ങനെ വരയ്ക്കണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് അറിയാമല്ലോ. എങ്ങനെ ഇരിക്കുന്നു? റെക്റ്റാങ്കിൾ ഇങ്ങനെ ഇരിക്കും. അതിൽ തന്നിട്ടുള്ള അളവുകൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇത് 4. പിന്നെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലത്തെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓപ്പോസിറ്റ് 2 വെർട്ടക്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. ഒന്നുകിൽ ഇപ്പോൾ ഈ വെർട്ടക്സ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കേണ്ടത് ഏതാണ്? ഇതാണ്. അപ്പോൾ ഇത് തമ്മിൽ വേണം ജോയിൻ ചെയ്യാൻ. ഇതാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്നത് ഇതാണ്. ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ളത് നമുക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കിയാൽ 2 ട്രയാങ്കിൾസ് കിട്ടി ഇല്ലേ? ഇതൊരു ട്രയാങ്കിൾ. ഇപ്പം ഇതിന് നമുക്ക് പേര് കൊടുക്കാം. ABCD എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇപ്പോൾ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും ഉണ്ട്. ഇതിൽ ADC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും ഉണ്ട്. ഇങ്ങനെ നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടി. അപ്പോൾ ഇതാണ് ട്രയാങ്കിൾ ഇൻ എ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലുള്ള ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? 4 ആംഗിൾസും 4 കോർണറിൽ കിടക്കുന്ന ആംഗിൾസും റൈറ്റ് ആംഗിൾസ് ആയിരിക്കും. അതായത് 90 ഡിഗ്രി ആയിരിക്കും അല്ല? ഇതൊക്കെ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി തന്നിട്ടുള്ള മെഷേഴ്സും എഴുതിയിട്ട് നമ്മൾ വരച്ചു വെച്ചു. ഇനി നമ്മൾ ശരിക്കും വരയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം DC വരയ്ക്കാം. DC 6 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ ആദ്യമേ DC വരച്ചു. ഇനി ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ യോജിപ്പിച്ചു. ഇനി ഇത് 4 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ഒന്നുകിൽ സ്കെയില് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് 4 മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ പെൻസിലൊക്കെ സെറ്റ് ചെയ്തിട്ട് സ്കെയിൽ വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ അളന്ന് എടുക്കുക. എന്നിട്ട് ഈ ഡിയിൽ കോമ്പസിൻ്റെ ആ ഭാഗം കുത്തിയിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് 4 സെൻറ്റിമീറ്റർ കിട്ടി. ഇത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇവിടെയും പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ 90 ഡിഗ്രിയാണ് റെക്റ്റാങ്കിളിൻ്റെ. അപ്പോൾ ഇവിടെയും പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. അതിങ്ങനെ വരയ്ക്കുക. എന്നിട്ട് 4 സെൻറ്റിമീറ്റർ, ആ വീതി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അത് കോമ്പസിൽ നമ്മൾ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഈ സീല് കുത്തിയിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോയിന്റും കിട്ടി. ഇതും 4 സെൻറ്റിമീറ്റർ ആണ്. ഈ 2 പോയിന്റുകളും കൂടി ജോയിൻ ചെയ്തപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ കിട്ടി. ഇനി ഈ റെക്റ്റാങ്കിളിന് ഇവിടെ നിന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇത് Aയും ഇത് Bയും ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടി. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഇങ്ങനെ ഇതിപ്പോൾ തിരിച്ചേക്കണ കാരണം ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നില്ല. ഇത് 2 ട്രയാങ്കിൾസ് കിട്ടി. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. ഒരു ട്രയാങ്കിളിന് എത്ര ആംഗിളാണ് ഉണ്ടാവുക? 3 കോർണറിലും കൂടി 3 ആംഗിൾ ഉണ്ടായിരിക്കും. അതിലത്തെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെ പറയുന്നതാണ് റൈറ്റ് ട്രയാങ്കിൾസ്. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിൽ നിന്നും നമ്മൾ ഇങ്ങനെ വരച്ചപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. അതായത് റെക്റ്റാങ്കിളിൻ്റെ 2 കോർണേഴ്സ്, ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിൽ 2 വെർട്ടക്സുകൾ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ 2 ട്രയാങ്കിൾസ് കിട്ടി. ആ 2 ട്രയാങ്കിൾസും എന്ത് ട്രയാങ്കിൾസ് ആയിരിക്കും? റൈറ്റ് ട്രയാങ്കിൾസ് ആയിരിക്കും. കാരണം ഈ ഒരു ട്രയാങ്കിളിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇത് 90 ഡിഗ്രിയാണ്,
ഈ ട്രയാങ്കിൾ ആണ് എടുക്കുന്നതെങ്കിൽ ഇത് 90 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമ്മൾ വരച്ചു. സൈഡുകൾ 8 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റർ വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ റെക്റ്റാങ്കിൾ ഒന്നും വരച്ച് കഷ്ടപ്പെടാൻ നിൽക്കണ്ട, നമുക്ക് നേരെ ട്രയാങ്കിൾ വരയ്ക്കാം. എങ്ങനെയാണ്? 2 സൈഡുകളുടെ നീളം തന്നിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ 3 സൈഡ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 സൈഡുകളും തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞ ഒരു മെയിൻ ക്ലൂ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ട്രയാങ്കിൾ നമുക്കറിയാം ഇങ്ങനെ ഇരിക്കും. ഇത് 6, ഇത് 8, ഇത് 90 ഡിഗ്രി. അതല്ലെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചാലും മതി. ഇത് 8, ഇത് 6, 90 ഡിഗ്രി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. അപ്പോൾ റഫ് ഫിഗർ ആദ്യം വരച്ച് വയ്ക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾ ശരിക്കും വരയ്ക്കാൻ പോകുന്നെങ്കിൽ ആദ്യം തന്നെ 8 പേര് കൊടുത്തോളൂ കേട്ടോ. ABC പേര് കൊടുത്തു. അപ്പോൾ BC ആദ്യം നമ്മൾ 8 സെൻറ്റിമീറ്റർ നീളത്തിൽ BC വരച്ചു. BC 8 സെൻറ്റിമീറ്റർ നീളത്തിൽ BC വരച്ചു. ഇനി ഇവിടെ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 90 ഡിഗ്രി പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് കറക്റ്റ് പ്രൊട്രാക്ടർ വെച്ചിട്ട് ആംഗിൾ വരയ്ക്കാറില്ല. അത് 5ൽ അങ്ങോട്ട് പഠിച്ചിട്ടുണ്ടാവും, 5ൽ 6ൽ. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്തു. അതിനിങ്ങനെ കൂട്ടി യോജിപ്പിച്ചു. ഇത് 6 സെൻറ്റിമീറ്റർ ആണ് ഈ സൈഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനിങ്ങനെ ഒന്ന് നീട്ടി വരയ്ക്കുക. നീട്ടി വരച്ചിട്ട് 6 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഈ ബിയിൽ കുത്തിയിട്ട് നമ്മളിവിടെ ഒരു ആർക്ക് ഇങ്ങനെ വരച്ചു. അങ്ങനെ ഒരു ആർക്ക് വരച്ചിട്ട് എന്ത് ചെയ്യണം? ഈ സിയും, അപ്പോൾ നമുക്കിവിടെ എ എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ് കിട്ടി. ഇനി എയും സിയും കൂടിയിട്ട് ഇങ്ങോട്ട് സ്കെയിൽ വെച്ചിട്ട് വളയാണ്ട് ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഇത് 90 ഡിഗ്രി, ഇത് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ തന്നിട്ടുള്ള മെഷേഴ്സൊക്കെ വെച്ച് വരുന്നൊരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ വരച്ചു. മനസ്സിലായില്ലേ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോഴാണ് അത് റൈറ്റ് ട്രയാങ്കിൾ ആവുന്നത്. അങ്ങനെ 90 ഡിഗ്രി വരാണ്ടും 3 ആംഗിളും വേറെ വേറെ ആംഗിൾസ് വരുന്ന ട്രയാങ്കിൾസും ഉണ്ട് ഇല്ലേ? അപ്പോൾ അങ്ങനെ അതർ ട്രയാങ്കിൾസ് നമുക്ക് നോക്കാം. അതായത് പേജ് നമ്പർ ഒന്നുമില്ല. അതായത് AB = 6 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിരിക്കുകയാണ് മെഷേഴ്സ്. AB = 6 സെൻറ്റിമീറ്റർ ആൻഡ് AC എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ. പിന്നെ തന്നിരിക്കുന്നത് ആംഗിൾ A = 70 ഡിഗ്രി. ഇത്രയും മെഷേഴ്സ് വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പോൾ ആദ്യം നമുക്ക് റഫ് ഫിഗർ വരയ്ക്കാം. AB 6 സെൻറ്റിമീറ്റർ ആണ്. AB 6 സെൻറ്റിമീറ്റർ. ആംഗിൾ A എന്ന് പറയുന്നത് ഒരു 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. C ഇങ്ങനെയാണ് ട്രയാങ്കിൾ വരാം. അതിൽ AC 8 സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് റഫ് അവിടെ വരച്ചിടുക. ഇനി നമുക്ക് ശരിക്കും വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് AB വരയ്ക്കാം. അപ്പോൾ 6 സെൻറ്റിമീറ്റർ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് 6 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ആയതിനെ വരച്ചു 6 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് 70 നമ്മൾ മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെങ്ങനെ നീട്ടി വരയ്ക്കും. 8 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഇവിടെ തൊട്ട് എയിൽ നിന്നും C വരയ്ക്കും. C നമുക്ക് കിട്ടണം. C എന്ന് പറയുന്ന പോയിന്റ് കിട്ടണം. 8 സെൻറ്റിമീറ്റർ ആണ് AC-യുടെ ലെങ്ത്ത്. അപ്പോൾ ഒന്നുകിൽ സ്കെയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് 8 ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ കോമ്പസിൽ 8 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ആർക്ക് വരച്ചാലും മതി. C എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇത് 8 സെൻറ്റിമീറ്റർ ആണ്. എന്നിട്ട് ഇതിനെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചു. എന്നിട്ട് ഇവിടെ 70 മാർക്ക് തന്നിട്ടുള്ള മെഷേഴ്സ് എടുത്ത് മാർക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. 70 ഡിഗ്രി കേട്ടാ, കഴിഞ്ഞു. ഈസിയാണ് ട്രയാങ്കിൾ വരയ്ക്കാൻ. ഞാൻ പറഞ്ഞില്ല ഈസിയാണ് ഈ ലെസൺ. ഇനി പേജ് നമ്പർ 106 4 പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരയ്ക്കാനുള്ളതാണ്. നൗ ഡ്രോ ട്രയാങ്കിൾസ് ഓഫ് ദീസ് സ്പെസിഫിക്കേഷൻസ്. ഇതാണ് നമുക്ക് വരയ്ക്കേണ്ട ട്രയാങ്കിളിൻ്റെ മെഷേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? MNL എന്നാണ് ട്രയാങ്കിളിൻ്റെ പേര്. എം നമുക്ക് അടിയിൽ വരയ്ക്കാം. MNL കാരണം ആംഗിൾ M ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ M ഇവിടെ വരാൻ നല്ലത്. ഇവിടെ 70 ഡിഗ്രി. MN തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. ML എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററുമാണ്. ഇനി നമുക്ക് വരയ്ക്കാം. MN 6 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. MN എന്ന് പേര് കൊടുക്കുക. 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. പ്രൊട്രാക്ടർ വെച്ച് 70 മാർക്ക് ചെയ്തിട്ട് അതിനെ കൂട്ടി യോജിപ്പിക്കാം. 5 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് L എന്ന പോയിന്റ് കിട്ടി. അതിനെ കൂട്ടി യോജിപ്പിച്ചു. ഇത് 70 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇത് 5 സെൻറ്റിമീറ്റർ എഴുതാം. ഈസി അല്ലേ?
അടുത്തത് PQ 7 സെൻറ്റിമീറ്റർ, QR Q എന്ന് പറയുന്ന ആംഗിളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ Q ഇവിടെ വരത്തക്ക വിധത്തിൽ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് QR ആദ്യം വരയ്ക്കാം. 7 സെൻറ്റിമീറ്റർ QR. ഇനി ആംഗിൾ Q 50 മാർക്ക് ചെയ്തിട്ട് വരച്ചു. എന്നിട്ട് PQ 7 സെൻറ്റിമീറ്റർ, P 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കാം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ റഫ് ഫിഗർ ആദ്യം വരച്ച് വയ്ക്കുക. എന്നിട്ട് എടുക്കുക. QR ആദ്യം വരയ്ക്കുന്നു 7 സെൻറ്റിമീറ്റർ. ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? പ്രൊട്രാക്ടറോട് വെച്ചിട്ട് 50 മാർക്ക് ചെയ്തിട്ട് വരയ്ക്കുക. ഇത് 50 ഡിഗ്രി. 7 സെൻറ്റിമീറ്റർ തന്നെ കോമ്പസിൽ എടുത്തിട്ട് അല്ലെങ്കിൽ സ്കെയിലൂടെ വെച്ചിട്ട് 7 മാർക്ക് ചെയ്യുക. ഇങ്ങനെ വരയ്ക്കുക. 7 സെൻറ്റിമീറ്റർ. ഇത് P എന്നും പേര് കൊടുക്കുക. മനസ്സിലായില്ലേ? എളുപ്പമല്ലേ? ഇനി മൂന്നാമത്തെ XY 6.5 സെൻറ്റിമീറ്റർ, ആംഗിൾ Y 110 ഡിഗ്രി, YZ 7.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏത് വരയ്ക്കണം? ആംഗിൾ Y ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ YZ നമുക്ക് വരയ്ക്കാം. YZ 7.5 സെൻറ്റിമീറ്ററിൽ YZ വരയ്ക്കുക. എന്നിട്ട് ആദ്യം റഫ് ഫിഗർ വരയ്ക്കണം കേട്ടോ. ആംഗിൾ Y 110 ഡിഗ്രി. അപ്പോൾ 110 എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ ഇട്ട് വരും അല്ലേ പോയിന്റ്. അപ്പോൾ അതിങ്ങനെ മാർക്ക് ചെയ്യുക. ഇത് 110 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യുക. ഇനി XY 6.5 സെൻറ്റിമീറ്റർ ആണ്. വൈയിൽ നിന്നും എക്സിലേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് 6.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ കോമ്പസിൽ 6.5 എടുത്തിട്ട് വൈയിൽ കുത്തിയിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് അതിനിങ്ങനെ നീട്ടി യോജിപ്പിക്കുക. ഇത് 6.5 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്ത് വയ്ക്കുക. മനസ്സിലായില്ലേ? ഇനി ലാസ്റ്റ് വൺ CD 5 സെൻറ്റിമീറ്റർ, DE 5 സെൻറ്റിമീറ്റർ, ആംഗിൾ D 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ D ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ DE 5 സെൻറ്റിമീറ്റർ വരയ്ക്കാം. DE മനസ്സിലായില്ലേ? 5 സെൻറ്റിമീറ്റർ വരയ്ക്കാം. ആംഗിൾ D 60 ഡിഗ്രി വരയ്ക്കുക. 60 മാർക്ക് ചെയ്യുക. പിന്നെ തന്നിട്ടുള്ളത്, പിന്നെ അടുത്ത് തന്നിട്ടുള്ള ഏതാണ്? DE തന്നത് നമ്മൾ വരച്ചു. CD ആണ് തന്നിട്ടുള്ളത്. CD 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് വരയ്ക്കുമ്പോൾ അവിടെ C കിട്ടി. ഇത് വരയ്ക്കും. അപ്പോൾ രണ്ട് സൈഡിൻ്റെ നീളവും ഒരു ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കണത് നമുക്ക് നന്നായി മനസ്സിലായല്ലോ. നന്നായി വരച്ചു പഠിക്കാം. ഇനി ഇവിടെ നിന്ന് അനദർ ആംഗിൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.